ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇതെടുക്കുന്നത്. നമ്മൾ നേരത്തെയും കോളിഫ്ലവറിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി ഡിഷ് തന്നെ കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ കോളിഫ്ലവറിൻ്റെ എന്തുണ്ടാക്കാനാണെങ്കിലും ആദ്യം കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫുൾ ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു. ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വിസിബിൾ അല്ലാത്ത പല പുഴുക്കളും ഓരോ ബാക്ടീരിയയും ഇൻസെക്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മതി. നമ്മളൊന്ന് ഇട്ട് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള കേട്ടോ, ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കാം. പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ, ഇതിപ്പോൾ പാക്കറ്റിലേക്ക് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ മേടിക്കരുത്. നമ്മുടെ വീട്ടിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചിടുക, പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പച്ചമുളക് കുറവ് മതി, കാര്യം നമ്മളിത് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ചേർക്കും. അപ്പോൾ ആ എരിവ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം. ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. നമ്മളിതിലേക്ക് ഗരം മസാല, മല്ലിപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിലും നമ്മുടെ നേരത്തെ പച്ചമുളക് ഇട്ടതിൻ്റെ അത് ബാലൻസ് ആക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നല്ല എരിവായി പോകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ ഒരിതൾ വേപ്പിലയും കൂടി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അത്യാവശ്യം ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചൂടുവെള്ളത്തിൽ ഇടാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് മസാല കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്കധികം മസാല ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുറവ് മസാലയിൽ ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ സവാള വഴറ്റില്ലേ, ആ സമയത്ത് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഞാൻ ആ സമയത്ത് തേങ്ങാക്കൊത്ത് ചേർക്കാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഈ കോളിഫ്ലവർ റോസ്റ്റിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് ഇഷ്ടമായത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട്. ഇത് നമ്മൾ സവാള വഴറ്റുമ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനത് മറന്നു പോയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് നേരം നമ്മൾ സവാള നടുക്ക് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കും. മൂടി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കും. നല്ല രീതിക്ക് നമ്മൾ ഇളക്കുക. നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആവരുത്. അത്യാവശ്യം വേവ്, അതായത് ആ ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ തേങ്ങയിലും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തേങ്ങയിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചത്, അതിൻ്റെ ജ്യൂസ്, വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലായിടത്തേക്കും, ഈ തക്കാളിയുടെ ജ്യൂസ് കൂടുതൽ ചേർത്താലും ടേസ്റ്റ് പോരാതെ വരും. അപ്പോൾ ഈ തക്കാളിയുടെ ജ്യൂസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം നമ്മൾ അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.